എന്തേ? നല്ല ഇവ അവിടെ ഇരിക്കുന്നു. Good evening, ma'am. Evening, madam. Good evening, madam. Good evening, ma'am. Good evening, Good ma'am. evening, ma'am. Good evening, ma'am. Good evening, ma'am. മാഡം വന്നിട്ടില്ലല്ലോ. Good evening, ma'am. മാഡത്തിനെ കാണുന്നില്ലല്ലോ. മേഡം ഇല്ല, മേഡത്തിന്റെ ഇതില് യൂണിറ്റ് 7 ഒക്കെ എഴുതിയിരുന്നു, ഹെൽത്ത് കെയറിന്റെ എടുത്തിട്ടുണ്ടല്ലോ. മാഡം വന്നിട്ട് Good evening. Good evening, all. Good evening. 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 Good evening, teacher. Divya, Sheba, Good evening, ma'am. Good evening, ma'am. Sheba. Good evening, Hi. ma'am. Good evening, ma'am. Good evening. Good evening. Ma'am. Good evening. Good evening. Good evening, ma'am. Okay. Good evening. Okay. Good evening. എല്ലാവർക്കും good evening കേട്ടാ. Ma'am, ഇന്ന് Good ഇംഗ്ലീഷ് evening, ക്ലാസ് madam. ആണോ? ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്. മിസ്സിന്റെ പേരെന്താ? എന്റെ പേര് അശ്വതി എന്നാണ് മോളെ. അശ്വതി എന്നാണ് കേട്ടാ. ഞാൻ നിങ്ങൾക്ക് പുതിയ ആദ്യത്തെ ക്ലാസ് ആണ് നിങ്ങളുടെ. ഓക്കെ. Good evening. ഗുഡ് ഈവനിങ്. Good evening, ma'am. ഗുഡ് ഈവനിങ് കേട്ടോ. ഗുഡ് ഈവനിങ്. Good evening, ma'am. ഗുഡ് ഈവനിങ്. Good evening, ma'am. ഗുഡ് ഈവനിങ്. Good evening. ചോദിച്ചിട്ട് മാം, എല്ലാവർക്കും Good ഗുഡ് evening, ഈവനിങ് ma'am. കേട്ടാ. ഗുഡ് ഈവനിങ്. ഇതുവരെ ആക്ടിവിറ്റി ഒന്നും അവിടെ സബ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല മാം. അത് ഇതുവരെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല. അതെന്താന്നൊന്ന് പറഞ്ഞു തരുമോ മാം? അത് ചെയ്യേണ്ട അല്ല, മിസ് തന്നിട്ടില്ലേ ആക്ടിവിറ്റി? തന്നിട്ടില്ലേ? ജിഷ മിസ് ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങക്ക്? തന്നിട്ടുണ്ട്. അത് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് ഇതുവരെ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. മോൾക്ക് മാത്രമാണോ പറ്റാത്തെ? അല്ലെങ്കിൽ അറിയില്ല ആരൊക്കെ ഇല്ല മാം, എനിക്ക് പറ്റിയിട്ടില്ല. മാഡം ഞാൻ ഇന്നാണ് ജോയിൻ ചെയ്തേക്കുന്നത്. ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. എന്താ റീസൺ എന്താ? റിയൽ റീസൺ എന്താ പറ്റാത്തെ? അതിനകത്ത് അല്ല സബ്മിറ്റ് മാം, ആക്ടിവിറ്റി മാത്രമാണ്. ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അസൈൻമെന്റ് മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവര് ഓൾറെഡി ഇൻഫോം പറ്റിയിട്ടില്ലല്ലേ? ചെയ്തിരുന്നു. സാർ നേരത്തെ പറഞ്ഞ കാര്യം. ഓക്കെ. അത് എങ്ങനെയാണ് correct എന്ന് പറഞ്ഞു തരുമായിരുന്നു. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. റിജോ സബ്മിറ്റ് ചെയ്യാൻ പറ്റാതെ ആർക്കും പറ്റണില്ലെന്നാ പറയണേ. സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇല്ല മാം, ആക്ടിവിറ്റി സബ്മിറ്റ് കുറച്ച് പേർക്ക് പറ്റുന്നില്ല മിസ്, കുറച്ച് പേർക്ക് പറ്റുന്നുണ്ട്. കുറച്ചു പേർക്ക് പറ്റുന്നില്ല, കുറച്ചു പേർക്ക് പറ്റുന്നുണ്ട്. ആക്ടിവിറ്റി സബ്മിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ടിവിറ്റി സബ്മിറ്റ് അസൈൻമെന്റ് ചെയ്യണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യാൻ അസൈൻമെന്റ് മാത്രം കാര്യമുള്ളൂ. സബ്മിറ്റ് ചെയ്താൽ മതി എന്നാ പറഞ്ഞു. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യാൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അസൈൻമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞേക്കണത്. Just wait. ഒരാള് പറ കേട്ടോ, എല്ലാരും കൂടെ മനസ്സിലാവുന്നില്ല. ഒരാള് പറ. മാം, ഞാൻ പറയട്ടെ. ആക്ടിവിറ്റീസ് സബ്മിറ്റ് ചെയ്യേണ്ടെന്നാ പറഞ്ഞേക്കണത്. അത് എഴുതി നമ്മളുടെ കയ്യിൽ തന്നെ വെച്ചോളാനാ പറഞ്ഞേക്കണത്. അസൈൻമെന്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അസൈൻമെന്റ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആക്ടിവിറ്റിയുടെ അല്ല, അസൈൻമെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണോ എന്തോ. ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നാളെ ഇവിടെ നോക്കിയിട്ട് പറയാം കേട്ടോ.
സാർ ചോദിക്കുക, ഇവിടെ ഓഫീസിൽ ചോദിക്കുക കേട്ടോ, എന്താണ് സബ്മിറ്റ് ചെയ്യാൻ അതായത് പറ്റുക. ചിലർക്ക് ഹാൻഡ് ഇൻ പറഞ്ഞു വരുന്നുണ്ട്, ചിലർക്ക് ടേൺഡ് ഇൻ പറഞ്ഞു വരുന്നുണ്ട്. അതെന്താ രണ്ടുപേർക്ക് രണ്ട് ക്ലിയർ ആയില്ല നമ്മൾ. ഹാൻഡ് ഇൻ പറഞ്ഞിട്ടാണ്, ഹാൻഡ് ഇൻ എന്ന് പറഞ്ഞിട്ടാണ് ചിലർക്ക് ചിലവർക്ക് വരുന്നത്. ചിലർക്ക് ടേൺഡ് ഇൻ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അത് ഇവിടെ ചോദിച്ചിട്ട് നാളെ എന്തായാലും പറയൂ കേട്ടോ നിങ്ങളോട്. ഓക്കെ ഓക്കെ മാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, എക്കോ വരുന്നുണ്ട്. നമ്പർ ഷെയർ ചെയ്യാം, നമ്പർ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്പർ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ, ക്ലാസ് തീരുന്നതിന് മുമ്പ് ഷെയർ ചെയ്യാം. ഇപ്പൊ നമുക്ക് ചാപ്റ്റർ, അതായത് നിങ്ങൾക്കൊരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ ഒക്കെ കിട്ടിയല്ലോ, മിസ് പറഞ്ഞു തന്നല്ലോ, കോഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ? എല്ലാവർക്കും മനസ്സിലായി? മാം പറയുന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട് അല്ലേ? ചെയ്യുന്നില്ലേ? ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? മിസ് പറയുന്ന പോലെ തന്നെ എല്ലാവരും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇനിയും ചെയ്തു പോവാ കേട്ടോ. ഓക്കെ, എല്ലാരും നല്ല കുട്ടികളാണ്, എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല സ്മാർട്ട് ആയിട്ടുള്ള പിള്ളേരാണ് അശ്വതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങളുടെ സംസാരം കേട്ടപ്പോ എനിക്കും ഭയങ്കര സന്തോഷമായി, ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള പിള്ളേരാണ്. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, കാരണം നമ്മുടെ ക്ലാസ്സുകൾ പറയുന്നത് എന്താ ലൈവ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാ പോവുള്ളൂ. ഓക്കെ, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങള് കുറച്ചൊക്കെ എന്താണ് നിങ്ങൾക്കും എന്നോട് ഷെയർ ചെയ്യാനുണ്ടാവും അല്ലെ? നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മ്യൂട്ട് ചെയ്യട്ടോ വിനീത. ഒന്നും കേൾക്കുന്നില്ല, എല്ലാവരും മ്യൂട്ട് ചെയ്യും. എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അപ്പൊ എന്താ പറയാ, സൗണ്ട് കുറവാണ് മാം. എന്താ സൗണ്ട് കുറവാണ് മാം? എനിക്ക് സൗണ്ട് കുറവാണോ? ഇല്ലല്ലോ, എനിക്ക് ഭയങ്കര സൗണ്ടാ. അതായത് എനിക്കിപ്പോ കുറച്ച് തൊണ്ടയ്ക്ക് പ്രശ്നമായിട്ടിരിക്കുക, അതുകൊണ്ടാണ് ഇത്രയും കുറവ് സംസാരിക്കുന്നത് കേട്ടോ. വോയിസ് ബോക്സിന് നീർക്കെട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് കുറവ് സംസാരിക്കുന്നത്. ഭയങ്കര സൗണ്ടാണ്. മാക്സിമം ഇപ്പൊ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലാണ് സൗണ്ട് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞു നമ്മള് അതായത് ഈ ടോപ്പിക് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ്, അതുപോലെ ആയിട്ടുള്ള നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അപ്പൊ എന്ത് ചെയ്യണം, തുറന്ന് പറയണം. ഓരോ പോയിന്റിൽ എന്തുണ്ടാകും, ഓരോ എക്സ്പ്ലനേഷൻ ഉണ്ടാവും കേട്ടോ. അതാണ് മോണ്ടിസോറി കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ഹെൽത്ത് കെയർ യൂണിറ്റ് 7 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഒന്ന് സ്ലൈഡ് ഇവിടെ ഇട്ടേക്കാം. ജസ്റ്റ് കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ട്. ഞാൻ പറയുന്ന മാഡം ഇത് ഏത് ഓരോ മൊഡ്യൂളിലും ഓരോ പാർട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഏത് പാർട്ടിലാണ് അങ്ങനെ ഒന്ന് പറഞ്ഞത്? അത് ക്ലിയർ ആയിട്ടില്ല ഇതുവരെ. ഓർഡർ പ്രകാരമാണോ പോകുന്നത്? ഇത് മൊഡ്യൂൾ 1 ആണ്. അതുകൂടാതെ പാർട്ട് 1 യൂണിറ്റ് 7 ഹെൽത്ത് കെയർ. ഓക്കെ, ഒന്നുകൂടി പറയാം കേട്ടോ. മൊഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 7 ഹെൽത്ത് കെയർ, ആ ഒരു ചാപ്റ്റർ ആണ് കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്, അതായത് നമ്മുടെ ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുവാണെങ്കിൽ
ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്കറിയാം കൂടുതലായിട്ടും അതായത് നിങ്ങളൊക്കെ ഫാമിലി ആയിട്ട് താമസിക്കുന്നവരാണ്. ഇതിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള മുന്നുണ്ടായ കാര്യങ്ങൾ 6 യൂണിറ്റും കംപ്ലീറ്റ് ആയോ? ക്ലാസ് ചിലത് മിസ്സായിണ്ട്, അതുകൊണ്ടാ ചോദിക്കണേ. എന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ജിഷാമിസ് ആണ് എടുത്തിരുന്നത്. നിങ്ങൾക്ക് ഇതുവരെ എടുത്തിരുന്നത് ജിഷാമിസ് ആണ്. ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എന്റെ സ്റ്റാർട്ടിങ് ഈ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ ഓക്കെ. അപ്പോ ഹെൽത്ത് കെയർ, അതായത് ഈ ഒരു സ്ലൈഡ് നമുക്ക് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഡിസീസിനെ കുറിച്ചിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡിസീസസ് അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ. രോഗങ്ങളാണ് അല്ലെ, രോഗങ്ങള്. ഓക്കെ ഓക്കെ, രോഗങ്ങളാണ് ഡിസീസസ് എന്ന് പറഞ്ഞാൽ അല്ലെ. എല്ലാവർക്കും അല്ലെ ഓരോരോ രോഗങ്ങൾ ഉണ്ടല്ലോ. ആർക്കും രോഗമൊന്നും വരാതൊന്നും ഇരുന്നിട്ടില്ല. എല്ലാവർക്കും അറിയാം എന്താണ് ഡിസീസ് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടും അതിന് നമ്മൾ എടുക്കുന്ന ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എന്താണ് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ്, അതായത് നമുക്ക് നോർമൽ ആയിട്ട് എന്തുണ്ട്, ഒരു അവയർനെസ് ഉണ്ട്. അപ്പൊ നമ്മള് ഡിസീസിനെ കുറിച്ചിട്ട് ആദ്യം നമ്മള് പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഡെഫിനേഷൻ കേട്ടോ. ഹെൽത്തിനെ കുറിച്ച്, അതായത് ഡിസീസുമായിട്ട് നമ്മള് ഡിസീസിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അതിന്റെ ഒരു ഡെഫിനേഷനാണ്. ഓക്കെ, അതായത് നമ്മുടെ ഹെൽത്തുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ജിഷാമിസ് പറയുന്നത് ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യില്ലേ പറയുന്ന കാര്യങ്ങളൊക്കെ? ഓക്കെ, ലെക്ചർ നോട്ടായിട്ട് നോട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നോട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ റെഡിയാണ്, ഞാൻ പറഞ്ഞു കൊടുങ്ങാം കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കേട്ടിട്ടുണ്ടാവും തോന്നുന്നു അല്ലെ, WHO. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അഥവാ ലോകാരോഗ്യ സംഘടന നമ്മുടെ ഈ ഒരു ഹെൽത്ത്, അതായത് നമ്മുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഹെൽത്തിനെ നിർവചിച്ചിരിക്കുന്നത്, അതായത് അതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതാ പറയാൻ പോകുന്ന കേട്ടോ. WHO ഡിഫൈൻസ് health as mental, physical and social well-being. Okay, ഒന്നുകൂടി പറയാം കേട്ടോ. WHO defines health as mental, physical and social well-being. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടി പറയാം കേട്ടോ. WHO defines health as mental, physical and social well-being. Okay, അതായത് എന്ന് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ മലയാളം ഉപയോഗിക്കും കേട്ടോ. കൂടുതലായിട്ട് മലയാളം യൂസ് ചെയ്യും. ഇംഗ്ലീഷ് ആവശ്യമാണെങ്കിൽ ഇംഗ്ലീഷും യൂസ് ചെയ്യും കേട്ടോ. ആ ഒരു രീതിയിലായിരിക്കും നോട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് നമ്മുടെ മാനസികം അല്ലെ, മെന്റൽ, അതുപോലെ തന്നെ ശാരീരികം ഫിസിക്കൽ, അതുപോലെ തന്നെ സോഷ്യൽ സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതി എന്നാണ് കേട്ടോ. ഓക്കെ, അതായത് ഒരു മനുഷ്യൻ എന്താണ്, ഒരു മനുഷ്യന് അവന്റെ ആ ഒരു എന്താ പറയാ, അവന് മെന്റൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് വേണം, അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത്, അവനെ കണ്ടാൽ എന്താണ് ഫിറ്റ് ആയിട്ട് തോന്നണം, അതുപോലെ തന്നെ എന്താണ് സാമൂഹികപരമായിട്ട് മീൻസ് സോഷ്യലി എന്താണ് ഒരു എന്താ പറയാ എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ലോകാരോഗ്യ സംഘടന WHO ഹെൽത്തിനെ നിർവചിച്ചിരിക്കുന്നത് കേട്ടോ. ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നാണ്. രണ്ടും ക്ലിയർ ആയോ ഇപ്പോ? ഓക്കെ. അപ്പൊ ഈ ഒരു ഡിസീസ്, അതായത് ഈ ഒരു എന്താ പറയാ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ഡെഫിനേഷനാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇനി നമുക്ക് ഡിസീസിലേക്ക് വരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഡിസീസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വെറുതെ ഉണ്ടാവുന്നതല്ല അല്ലെ. എന്തോ ഒരു സാധനങ്ങൾ നമ്മളുടെ ശരീരത്തിൽ കയറുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നമുക്ക് രോഗം ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നിങ്ങൾക്കറിയാമോ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് ഡിസീസ് ഉണ്ടാവുന്നത്?
വൈറസ്, ഫോറിൻ ബോഡീസ്, പാരസൈറ്റ്. ഓക്കെ, എല്ലാവർക്കും അറിയാം അല്ലെ? കാരണം എന്താ, കുഞ്ഞു ക്ലാസ്സിലെ തൊട്ട് എന്താണ് നമ്മൾ പഠിച്ചു വരുന്നതാണ് അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ പറയുവാണ്, ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം സച്ച് ആസ് ബാക്ടീരിയ, വൈറസ്, ഫംഗി ആൻഡ് പ്രോട്ടോസോവ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാ ഞാൻ പറഞ്ഞു ഇപ്പോ? ബാക്ടീരിയ, വൈറസ്, ഫംഗി, പ്രോട്ടോസോവ. ഇവര് നമ്മുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? നമുക്ക് രോഗം വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഡിസീസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഡിസീസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം പലതരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നിർവചിച്ചിട്ടുണ്ട്. അതായത് പല ടൈപ്പുകൾ ഉണ്ട് ഡിസീസിൽ തന്നെ. അപ്പൊ ഞാനിപ്പോ പറയാൻ പോകുന്നത് ഓരോ ടൈപ്പിലുള്ള ഡിസീസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്നാ. Disease that spread very quickly are generally known as dash. എന്താ പറയാ? പെട്ടെന്ന് തന്നെ പടർന്നു. അതിനൊരു ടേം ഉണ്ട് മോളെ. വൈറസ് എന്ന് പറയുന്നത് രോഗകാരിയല്ലേ? രോഗം, അത് രോഗകാരിയാണ്. ഇതെന്ന് പറയുന്നത് എന്താ പറയാ? ഡിസീസ് ഒന്നും കൂടി പറയാം. ടീച്ചർ പറയുമ്പോ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഒന്നും കേൾക്കുന്നില്ല ടീച്ചർ പറയണത്. ടീച്ചർ സംസാരിക്കട്ടെ. ഓക്കെ, ഒരു ടേം ഉണ്ട്, നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും ആ ടേം കേട്ടോ. അറിയില്ല അപ്പൊ ആർക്കും. പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ നമ്മള് ഒരു ടേമാ പറയുന്നത്. പകർച്ചവ്യാധികൾ. പെട്ടെന്ന് പടർന്നു, ശരിയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞത് പാൻഡമിക്. പാൻഡമിക് അല്ല, സിമിലർ ആയിട്ട് വരും. അതിനോട് സിമിലർ ആയിട്ട് വരും. പാൻഡമിക് അതൊരു ടേമാണ്. എപ്പിഡമിക് ആണോ? യെസ് യെസ് മോളെ, എപ്പിഡമിക് കേട്ടോ. എപ്പിഡമിക് ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ മാം. എപ്പിഡമിക് എന്നാണ് കേട്ടോ. ക്ലിയർ ഇല്ലേ? എല്ലാവരും കൂടി കേൾക്കുന്നില്ല മാം, ക്ലിയർ ആവണില്ല. മാം എല്ലാവരോടും മ്യൂട്ട് ചെയ്യാൻ പറയൂ. എല്ലാവരും മ്യൂട്ട് ചെയ്യും കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്യും. ഞാൻ പറയട്ടെ, ഞാൻ പറയാം. ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ തന്നെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവോ നോക്ക് കേട്ടോ. ഇനി ആരും മിണ്ടുണ്ട് കേട്ടോ. ഞാൻ പറയുന്നവരെ ആരും ശബ്ദിക്കാൻ പാടില്ല. ഞാൻ പറയാം. ഓക്കെ. ഡിസീസ് ദാറ്റ് ഇസ് സ്പ്രെഡ് very quickly are generally known epidemic. ഇപ്പൊ കേട്ടോ? കേട്ടു മാം. ഒന്നുകൂടി പറയാം കേട്ടോ. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് വെരി ക്വിക്ലി ആർ ജനറലി നോൺ എപ്പിഡമിക്. ഓക്കെ, പെട്ടെന്ന്, അതായത് വളരെ വേഗം പടർന്നു പിടിക്കുന്ന, നമ്മുടെ സൊസൈറ്റിയിൽ വളരെ വേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പറയുന്ന പേര് എപ്പിഡമിക് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പറയാമോ? Disease that spread very quickly are generally known as epidemic. Disease that spread very quickly are generally known epidemic. Okay. Okay. അപ്പൊ ഇതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ഓർക്കണോ ഇനി എന്താ? ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളോട് നമ്മൾ എന്തെങ്കിലും ന്യൂസിൽ കേൾക്കുമ്പോഴോ എന്താ, വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെയാണ് ഈ ന്യൂസ് റീഡർ ഒക്കെ പറയുന്നത് എപ്പിഡമിക് ആണെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി രണ്ടാമത്തേതാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ. Diseases are known to exist in society for a long time
and cannot be completely eradicated. ഒന്നുകൂടി പറയാം കേട്ടോ. ഞാൻ തന്നെ പറയാട്ടോ, ആരും പറയണ്ട. Diseases are not to exist in society for a long time and cannot be completely eradicated. Okay, അതായത് ഇവിടെ പറയുന്നത് എന്താ പറയുന്നേ, സമൂഹത്തിൽ വളരെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ സാധിക്കാത്തതുമായ രോഗങ്ങളെ നമ്മൾ ഒരു ടേം ഇട്ടാ വിളിക്കുന്നേ. ഓക്കെ, അതിനെ പറയുന്ന പേരാണെന്ത്, എന്താ പറയാ, എൻഡമിക് എന്ന് പറയൂ കേട്ടോ. ദാറ്റ് ഈസ് എൻഡമിക്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താ, വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് പടർന്നു പിടിക്കുന്നതാണെങ്കിൽ എപ്പിഡമിക് എന്നാ പറയാ. പക്ഷെ എന്താ പറയാ, അതായത് കുറെ നാളുകളായിട്ട് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്, പെട്ടെന്നൊന്നും നമുക്കത് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, മീൻസ് തുടച്ചു കളയാനായിട്ട് സാധിക്കില്ല. അത്തരം രോഗങ്ങളാണെന്ത്, എൻഡമിക് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി പറയാം കേട്ടോ, ഒന്നുകൂടി പറയാം. ഓക്കെ, diseases are known to exist in society for a long time and cannot be completely eradicated. Okay, ഒന്നുകൂടി പറയാം കേട്ടോ. Diseases are known to exist in society for a long time and cannot be completely eradicated. Okay, that is endemic. Okay, രണ്ടും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ? ഇല്ല, പറഞ്ഞേ, ഒന്നുകൂടി പറയണം. ഓക്കെ, ഒന്നുകൂടെ പറയുമോ? ഒന്നുകൂടി പറയാം കേട്ടോ. ഡിസീസസ് ആർ നോൺ ടു എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി ഫോർ എ ലോങ് ടൈം ആൻഡ് കാനോട്ട് ബി കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റഡ്. ഓക്കെ, എന്റെ മലയാളം ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. സമൂഹത്തില് വളരെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതും പൂർണ്ണമായി തുടച്ചു മാറ്റാൻ സാധിക്കാത്തതുമായ രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് എൻഡമിക്. ഓക്കെ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു രോഗം വരുന്നുണ്ട് കേട്ടോ, ഞാൻ പറയാം, നോട്ട് ചെയ്യാം കേട്ടോ. ഇത് രണ്ടും നിങ്ങൾ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഒന്ന് കൈ ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ. എല്ലാവരും പറയണം എന്നില്ല. ഓക്കെ, എൻഡമിക്കിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞുതരുമോ? എൻഡമിക്കിന്റെ സ്പെല്ലിംഗ് ENDEMIC. ENDEMIC, endemic. Okay. Next is disease of unknown causes are known as. Okay, disease of unknown causes are known as. അതായത് കാരണം അറിയാത്ത രോഗങ്ങൾ. ഓക്കെ, നമുക്കിപ്പോ ഒരു രോഗം പിടിപെട്ടു, ഒരു സമൂഹത്തിൽ ഒരു രോഗം സ്പ്രെഡായി, അതിന്റെ കാരണം നമുക്ക് അതിനെ, അതായത് മീൻസ് ആ രോഗം പരത്തുന്ന രോഗകാരി അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് നമ്മുടെ ബോഡിയിലേക്ക് പ്രവേശിക്കുന്നത്, അതിന് ബാക്ടീരിയ ആണോ വൈറസ് ആണോ ഫംഗൽ ആണോ എന്നൊന്നും തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ഒരു രോഗം വന്നു, അതിന്റെ കാരണം നമുക്ക് ഇതുവരെ പിടികിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ രോഗത്തെ പറയുന്നതാണത് ക്രിപ്റ്റോജനിക് ഡിസീസസ്. ഓക്കെ, ക്രിപ്റ്റോ, ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞുതരാട്ടോ നിങ്ങൾക്ക്. ക്രിപ്റ്റോജനിക് ഡിസീസസ്. ഓക്കെ, ഒന്ന് എഴുതി എടുത്തോളൂ കേട്ടോ. ഡിസീസ് ഓഫ് അൺനോൺ കോസ്, കാരണം അറിയാത്ത രോഗങ്ങൾ. ഡിസീസ് ഓഫ് അൺനോൺ കോസ്, UNKNOWN, unknown cause are known as cryptogenic. CRYPTOGENIC, cryptogenic diseases. Okay, സ്പെല്ലിംഗ് ഒന്നുകൂടെ ഒന്ന് പറയാമോ? CRYPTOGENIC, cryptogenic diseases. Okay. മാം അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയോ? ഒന്നുകൂടി പറയാലോ. അതായത് നമ്മുടെ ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയില് നിപ്പ പിടിവിട്ടില്ലേ? ഓക്കെ, അതായത് കോഴിക്കോട് പേരാമ്പ്രയിലാണ് ആദ്യമായിട്ട് 2018
ആദ്യമായിട്ട് കേരളത്തിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തത് അത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ്. അതായത് ലിനി സിസ്റ്റർ മരിച്ചതോടുകൂടിയാണ് എന്താ പറയുക ആ രോഗം എന്നാ മ്യൂട്ടേട്ടോ ലിനി സിസ്റ്റർ മരിച്ചതോടുകൂടിയാണ് അത് എന്താ പറയാ ആ രോഗത്തിനെ കുറിച്ചുള്ള ഒരു ഗൗരവം ആളുകൾക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണ് ആ രോഗം പിടിപെട്ടതെന്ന് എന്താ ആദ്യത്തെ ആ ഒരു കുറച്ചു ദിവസം എന്താണ് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ ആ ഒരു ഡിസീസ് ആ ഒരു സമയത്ത്, അതായത് രോഗകാരി ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സമയമുണ്ട് ഓരോ രോഗത്തിന്. ആ ഒരു സമയത്ത് ആ രോഗം അറിയപ്പെടുന്ന പേരാണെന്ത് ക്രിപ്റ്റോജെനിക് ഡിസീസസ് എന്ന് പറയുന്നത് കേട്ടോ. ക്രിപ്റ്റോജെനിക് ഡിസീസസ് കിട്ടിയോ? ഓക്കെ. അപ്പൊ കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നതാണെന്ത് ക്രിപ്റ്റോജെനിക് ഡിസീസസ്. ഓക്കെ. മാം ഒന്ന് പറഞ്ഞോട്ടെ. ആ മാം ഈ പറയുന്നത് ഒന്ന് സ്ക്രീൻഷോട്ട് ആയിട്ട് ഇടുവായിരുന്നെങ്കിൽ എഴുതിയെടുക്കാൻ എളുപ്പമുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ടോ? ഞാനിത് നോട്ട് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ അതെ. ഞങ്ങൾ എഴുതിയെടുക്കായിരുന്നു മാം. എഴുതിയെടുക്കണം. കറക്റ്റ് ആയിട്ട് വന്നേനെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ക്ലാസ് തരാം. മേഡം അത് വാട്സപ്പിൽ ഇടണേ, ഞങ്ങൾക്ക് പ്രിന്റ് ആയിട്ട് കിട്ടില്ല മാം, ബുദ്ധിമുട്ടുണ്ട്. എന്താ മോളെ? വാട്സപ്പിൽ ഇട്ടാ കൊള്ളായിരുന്നു. വാട്സപ്പിലോ? ആ ഇടാം. ഇതിപ്പോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് എഴുതാനായിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യുക. സമാധാനം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഡൗട്ട് ചോദിച്ചു കുട്ടി. അതെ, എല്ലാവരും കൂടി സംസാരിച്ചിട്ടാണ്. ശ്രീലക്ഷ്മി മ്യൂട്ട് ചെയ്യോ? എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. തിരിയുന്നില്ലേ? ഇപ്പൊ തിരിയുന്നുണ്ടോ പറയുന്നേ? ഓക്കെ ആണ്. ഓക്കെ. ഓക്കെ, അടുത്തത് പറഞ്ഞോട്ടെ എന്നാ. മെസ്സേജ് ആയിട്ട് ചോദ്യങ്ങളും സംശയങ്ങളും ചോദിച്ചാൽ മതിയായിരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്നില്ലെങ്കിൽ ക്ലാസ് റൂമിൽ നോട്ട് ഇടാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നോട്ട് ഇടാം കേട്ടോ. അതേക്കുറിച്ച് ഓർത്തിട്ട് ആരും പേടിക്കണ്ട. എല്ലാവർക്കും കിട്ടും. എല്ലാവർക്കും കിട്ടും. അപ്പോ പറയാവണ്ട. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നതാണ്. എന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ, അതോർത്ത് യാതൊരു കാരണവശാലും ആരും ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. ക്ലാസ് കേട്ടിട്ട് മനസ്സിലാവാത്തതുണ്ടോ അത് പറയാം. ഓക്കെ, ഡൗട്ട് ഉണ്ടോ അത് പറയാം. ക്ലിയർ ആണോ? മേഡം ഒരു സംശയം ചോദിച്ചോട്ടെ. ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ആ ചാപ്റ്റർ തരുന്നതിൽ ഡയറക്റ്റ് ആയിട്ട് ഇല്ലല്ലോ. ആ യൂണിറ്റ് നമുക്ക് നോട്ട് തരുന്നതില് ക്ലാസ് റൂമിൽ ഇടുന്ന നോട്ടില് ഈ നമ്മൾ എഴുതിയെടുക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്, പക്ഷെ തീരെ ഒരു ഇത് വരുന്നില്ലല്ലോ. എന്താ ഞാനീ പറയുന്ന തരുന്ന നോട്ട് ബന്ധമില്ലെന്നാണോ പറയണേ? ചാപ്റ്റർ അങ്ങനെയാണോ? മനസ്സിലായില്ല. അല്ല, ഈ പറയുന്നതൊന്നും അതിലില്ല. മുന്നേ മറ്റേ മിസ് എടുത്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പറയുന്ന കാര്യങ്ങളും നമ്മൾ ആ നോട്ട് ഒരുമിച്ച് കുറെയൊക്കെ എഴുതിയെടുത്തു. യൂണിറ്റ് 1ഉം 2ഉം ഒക്കെ എപ്പോഴും ഫോണിൽ നോക്കാൻ ബന്ധമില്ല. എഴുതിയെടുത്തതും ഈ യൂണിറ്റ് കണക്ഷൻ ഇല്ല. അല്ല, ബന്ധമുണ്ട്, പക്ഷെ അതിലുള്ള ടേംസുകളൊന്നും അല്ല ഇതിൽ വരുന്നതേ. മാം ചിലപ്പം ജിഷ മാം സ്ക്രീന് ഷെയർ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ക്ലാസ് എടുത്തോണ്ടിരുന്നത്. അപ്പൊ ഈ ഷെയർ ചെയ്യുന്നതല്ല ഇപ്പൊ മാം പറയുന്നത്. മേ ബി അതായിരിക്കാം അവർ ഉദ്ദേശിക്കുന്നത്. മാം എക്സ്ട്രാ പോയിന്റ്സ് പറയുന്നുണ്ട്.
എന്താ പറ 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 മാം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. അപ്പോ ജിഷ മാം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു നമുക്ക് തന്നിരിക്കുന്ന നോട്ട്സിൽ ഉള്ള കാര്യങ്ങൾക്ക് അപ്പുറം ഒരുപാട് എക്സ്പ്ലനേഷൻസ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് തന്നിരിക്കുന്നത് ഇതിന്റെ കുറച്ച് ഹിൻസ് മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേർക്കാനുണ്ട്, അതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ശരിയാണ്. ചിലപ്പോ ആയിരിക്കും മാഡം. കാരണം എന്താ വെച്ചാൽ ഇതിന് മുന്നേ ഇപ്പൊ ആദ്യമായിട്ട് ഇന്നലെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ അതിന്റെ മുന്നേ ഉള്ള കാര്യങ്ങളൊന്നും പറഞ്ഞത് അറിയില്ല, അതാണ്. അറിയില്ല അല്ലെ. അതായത് ഇതിനകത്ത് എന്ന് പറയുന്നത് ഹിന്ദികൾ മാത്രമായിരിക്കും. അതായത് ജസ്റ്റ് ഇപ്പൊ എന്താ പറയാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ടാവുക സ്ലൈഡിലുള്ളത്. പക്ഷെ അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയും അതിനു വേണ്ടിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യണം. അങ്ങനെയാണ് കേട്ടോ. നിങ്ങളൊക്കെ ആരാ ആവേണ്ടേ? എന്തിനു വേണ്ടിയിട്ടാണ് കോഴ്സിൽ വന്ന് ചേർന്നേ? എന്തിനാ? മോണ്ടിസോറിയുടെ ടീച്ചർ ആവാൻ അല്ലെ. ഓക്കെ. ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു സിലബസിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല. ഓക്കെ. ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ധാരാളം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവർക്ക് സൊസൈറ്റിയില്. കുഞ്ഞുമക്കളെ നോക്കുന്നത് മുതൽ എന്താണ്, അവരുടെ രക്ഷിതാക്കളോട് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തുവരെ എല്ലാത്തിനെ കുറിച്ച് എന്തുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. നമ്മൾ ഒരിതില് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, ഒതുങ്ങി നിൽക്കാനായിട്ട് പാടില്ല. നമ്മൾക്ക് ധാരാളം അറിവുണ്ടായിരിക്കണം. കാരണം എന്താ, നമുക്കിപ്പോ ഇപ്പോ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് നമുക്ക് ധാരാളം ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? ഇതിനു വേണ്ടിയിട്ടാ. അതായത് നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മളാണ് സുരക്ഷിതമാക്കേണ്ടത്. എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്മ്യൂണൈസേഷൻ ആണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ എന്താ ജസ്റ്റ് നിങ്ങൾ അത് പഠിക്കുകയാണെങ്കിൽ ആ ഇമ്മ്യൂണൈസേഷൻ മാത്രം ഞാൻ എടുത്താൽ മതി. പക്ഷെ അങ്ങനെയല്ല ചെയ്യണ്ടേ. എന്താ, ഇമ്മ്യൂണൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഡിസീസസ് ആണ്. അതായത് രോഗം വന്നാൽ അല്ലെങ്കിൽ രോഗം വരുന്നതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാക്സിനേഷൻ എടുക്കുന്നത് അല്ലെ. അപ്പോ അതിനെക്കുറിച്ച് നമുക്ക് എന്തുണ്ടായിരിക്കണം, ധാരാളം അറിവുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ. അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞുമക്കള് മീൻസ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി, അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് കുറവുകളോ മറ്റോ ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗങ്ങളോ അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കുട്ടി നിങ്ങളിപ്പോ ഒരു ടീച്ചറായെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി എന്താണ് പെട്ടെന്ന് തലറങ്ങി വീഴുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റം ഒക്കെ കാണിക്കുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് എന്താണ് ടീച്ചർമാർക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് അറിയുന്നേ, അവരിതൊക്കെ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നേ, അവിടെ വന്നിരിക്കുന്നത്. സാധാരണ ഒരു സിലബസ് മാത്രമല്ല അവർ കൈകാര്യം ചെയ്യുന്നേ, അതിന് പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം കാര്യങ്ങള് അവര് പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിലോ അവരെ പെട്ടെന്ന് എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും ഒരു അപകടം പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെതായിട്ടുള്ള ലക്ഷണം കാണിച്ചു, എന്താണ് നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ പാരന്റ്സിന് നമുക്ക് ഇൻഫോം ചെയ്യണം. പാരന്റ്സ് വരണം. പാരന്റ്സിനോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോ വേറെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ യൂഷ്വലായിട്ട് നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്ന ഒരു ഇതാണ്, കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടാവാറുണ്ട് കുഞ്ഞുങ്ങൾക്ക്. ഓക്കെ. കൂടുതലും കൂടുതലായിട്ടുള്ള ഒരു ക്ലോസ് കണക്ഷൻ കാരണം ഉണ്ടാവുന്നത്. കാരണം എന്താ, കൊറോണ വന്നത് തുടങ്ങി എന്താ കുഞ്ഞുങ്ങള് വീട്ടിൽ തന്നെ ഒതുങ്ങിപ്പോയി ധാരാളം മൊബൈലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അതുമൂലം കുഞ്ഞുങ്ങൾക്ക് കണ്ണിന്, അതായത് കുഞ്ഞുങ്ങളുടെ കണ്ണ് ഡ്രൈ ആവുക, കാഴ്ചശക്തി ഇല്ലാതിരിക്കുക, കണ്ണിന് ഏത് സമയം വെള്ളം വന്നുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം, അതായത് കുഞ്ഞിന്റെ കണ്ണിൻ്റെതായിട്ടുള്ള ഒരു സംഭവം ആദ്യം നോട്ട് ചെയ്യുന്നത് അവന്റെ പാരന്റ്സ് ആയിരിക്കില്ല, ടീച്ചർ തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നോട്ട് ചെയ്യുന്നത് ടീച്ചർ? അതായത് എന്താ, ടീച്ചർമാരുമായിട്ടാണ് കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ എന്താ ഏറ്റവും കൂടുതൽ സമയം കുഞ്ഞുങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളുകളിലാണ് അല്ലെങ്കിൽ ക്ലാസ്സിലെ ടീച്ചറുമായിട്ടാണ്. അപ്പൊ എന്താ പറയാ, ഈ ഒരു ഇതില് അതായത് കുഞ്ഞുങ്ങള് വായിക്കുമ്പോൾ അല്ലെങ്കിൽ അവനെന്തെങ്കിലും കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പെട്ടെന്ന് ആർക്ക് സാധിക്കും, ടീച്ചർമാർക്ക് സാധിക്കും. എന്തുകൊണ്ടത്, ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്.
ഒരു സബ്ജക്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നതിലൂടെ നമ്മൾക്ക് ധാരാളം എന്ത് ചെയ്യുക, നോളജ് കിട്ടുക ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കോഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആണോ? നമ്മളിപ്പോ മോണ്ടിസോറിയുടെ കോഴ്സ് മാത്രമല്ല, നമ്മൾ എന്ത് കാര്യം നമ്മൾ പഠിക്കുവാണെങ്കിലും എന്താ അതിനുള്ളിൽ നമ്മൾ നിൽക്കാനായിട്ട് പാടില്ല. നമുക്ക് ടൈം ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് അതിന് കഴിവുണ്ടോ, നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് കിടക്കണം. മീൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ സെർച്ച് ചെയ്യണം, കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ എന്താ, നിങ്ങളുടെ നാട്ടിൽ മാത്രം ഇപ്പൊ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്താ എന്റെ ആ ഒരു ഡിസ്ട്രിക്റ്റിൽ മാത്രമേ ഞാൻ ട്രാവൽ ചെയ്യുള്ളൂ, അങ്ങനെയല്ല. എനിക്ക് പുറത്ത് ധാരാളം സ്ഥലങ്ങൾ കാണണമെന്നുണ്ട്, ഇന്ത്യക്ക് അകത്ത് ധാരാളം സ്ഥലം കാണുന്നുണ്ട്, ഇന്ത്യക്ക് പുറത്ത് ധാരാളം സ്ഥലം കാണണമെന്നുണ്ട്. അതൊക്കെ എന്താ എന്റെ എക്സ്പീരിയൻസ്, എനിക്ക് കൂടുതൽ അറിവുണ്ടാവുക ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് ഇതും എന്ന് വിചാരിച്ചാൽ മതി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഇതാണ് നിങ്ങൾ കുഞ്ഞു മക്കളുടെ അടുത്ത് അപ്ലൈ ചെയ്യാനുള്ളത് കേട്ടോ. അത് മനസ്സിലാക്കിയിരുന്നാ മതി. ആരാ എന്നോട് സംശയം ചോദിച്ചാൽ മാറിയോ എന്തിനാ പഠിക്കുന്നതെന്ന്? ആരാ സംശയം ചോദിച്ച ആളുടെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അടുത്തത് പറയാം. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നു? അല്ലേ? കണ്ടോളും. ക്രിപ്റ്റോജനിക് അല്ലേ? ഓക്കെ, ഒരു സെക്കൻഡ്, ഇത്തിരി വെള്ളം കുടിക്കട്ടെ. നെക്സ്റ്റ് വൺ ഇല്ല പ്രശ്നമില്ല. പ്രോട്ടീന് പ്രശ്നമുള്ളതുകൊണ്ടാണ് വെള്ളം. ഇപ്പൊ മാർക്കും വരും. അടുത്തത് ഡിസീസ് ദാറ്റ് ഈസ് സ്പ്രെഡ് റാപ്പിഡ്ലി. ആരും മ്യൂട്ടാണ്, ഒന്നും കേൾക്കും. ആരാ മ്യൂട്ട് ചെയ്തോ? ആൽബി മ്യൂട്ട് ചെയ്തോ? ആൽബി മ്യൂട്ട്. ആൽബി ആൽബർട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ കേട്ടോ. ഡിസീസ് ദാറ്റ് ഇസ് സ്പ്രെഡ് റാപ്പിഡ്ലി ഫ്രം വൺ കൺട്രി ടു അനദർ. അടുത്ത ടൈപ്പ് ആണോ ഞാൻ പറയുന്നേ? ഓക്കെ, ഡിസീസ് ദാറ്റ് സ്പ്രെഡ് റാപ്പിഡ്ലി ഫ്രം വൺ കൺട്രി ടു അനദർ കൺട്രി. എന്തായിരിക്കും? കൊറോണ. പാൻഡമിക്. That is corona. ഒന്നുകൂടി പറയാം കേട്ടോ. ഡിസീസ് ദാറ്റ് ഇസ് സ്പ്രെഡ് റാപ്പിഡ്ലി ഫ്രം വൺ കൺട്രി ടു അനദർ. പാൻഡമിക്. ഓക്കെ, പാൻഡമിക് എന്നാ പറയാം. അതായത് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണിത് പാൻഡമിക് എന്ന് പറയും. ഓക്കെ, കിട്ടിയോ? യെസ് മാം. കിട്ടി മാം. ഓക്കെ, കിട്ടി. ഇനി നെക്സ്റ്റ് കേട്ടോ. എന്താണ് അടുത്തത്? ഒരു ടേമാണ് പറയാം. ഡിസീസസ് ദാറ്റ് transmitted from hospital is also known as. Diseases that transmitted from hospital is also known as. അതായത് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങളുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് നാസോകോമിയൽ ഡിസീസസ്. ഓക്കെ, നാസോകോമിയൽ ഡിസീസസ് കേട്ടോ. ഡിസീസ് ദാറ്റ് നാസോകോമിയൽ സ്പെല്ലിംഗ് പറയാം. NASO CHO MILS
NASOCOMEL. സ്പെല്ലിംഗ് ആണ് കേട്ടോ പറയുന്നേ. NASOCHOMIAL, നാസോകോമിയൽ. ഇതെന്ന് പറയുന്നത് എന്താ? ആശുപത്രിയിൽ നിന്ന് എന്താണ് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നേ? നാസോകോമിയൽ ഡിസീസ് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഞാനൊരു ടൈപ്പ് പറയാൻ പോകുന്നതാണ്. ഡിസീസ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻസ്. Diseases that are transmitted from animals to humans. എന്തായിരിക്കും ഇത്? മീൻസ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഒന്നും കൂടി പറയാവോ? പക്ഷിപ്പനി. ഒന്നുകൂടി പറയാം. Diseases that are transmitted from animals to humans. Zoonosis. 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 SIS ആണോ മാം? SIS ആണ് കേട്ടോ. ആൻസർ ഒന്നും കൂടെ പറയാം. എന്താ? ഒന്നുകൂടെ പറയണോ? ആൻസർ ഒന്നും കൂടെ പറയാമോ? സൂണോസിസ് ആണ് മോളെ. ZOONOSIS. സൂണോസിസ് കേട്ടോ. സൂണോസിസ് ആണ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ലാസ്റ്റ് വൺ ആണ്. ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഡിസീസ് ആണ് കേട്ടോ. എല്ലാവർക്കും എന്താ പറയാ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് ഞാൻ പറയാൻ പോണത് കേട്ടോ. സൂണോസിന്റെ മലയാളം മീനിങ്ങോ? മലയാളം മീനിങ് എന്താ അതിന്റെ? സൂണോസിസ് മലയാളം മീനിങ് എനിക്ക് അറിയില്ല കേട്ടോ. സൂണോസിന് മലയാളം മീനിങ് ഉണ്ട്. സൂണോസ് തന്നെയാ പറയുന്നത്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപിക്കും. ദാറ്റ് ഈസ് അത്രേ ഉള്ളൂ. അത് ജന്തുജന്യ രോഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതിനേക്കാളും നല്ലതല്ലേ സൂണോസിസ് എന്ന് പറയുന്നേ? ഓക്കെ, സൂണോസിസ് ആണ്. നമ്മുടെ ഇപ്പൊ കറണ്ടിനെ നമ്മുടെ മലയാളം വിദ്യുത് ശക്തി എന്നല്ലേ പറയാ. പക്ഷെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കോ? വിദ്യുത് ശക്തി ഓഫ് ചെയ്യോ, വിദ്യുത് ശക്തി ഓൺ ചെയ്യോ എന്ന് പറയില്ലല്ലോ. കറണ്ട് തന്നെയല്ലേ പറയണേ. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. അത് തന്നെയാണ് നമുക്ക് ഏതാണോ എളുപ്പം ആ വാക്കുകൾ ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ജന്തുജന്യ രോഗങ്ങൾ എന്നാണ് പറയുന്നത് ഇഷ്ടമെങ്കിൽ അത് ഉപയോഗിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നെക്സ്റ്റ് വൺ കേട്ടോ, ലാസ്റ്റ് ടൈപ്പ് ഓഫ് രോഗമാണ് പറയുന്നത് കേട്ടോ. ഡിസീസസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. എന്തായിരിക്കും അത്? ഒന്നുകൂടി പറയാം. ഡിസീസസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. തെറ്റായ ജീവിത ശൈലിയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങൾ എന്താ പറയാ? പ്രഷർ, HIV, എയ്ഡ്സ്. അത് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും ഈ ഒരു രോഗം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ? ഇനി നിങ്ങൾക്ക് പറയാനുള്ള കൂടാണ് വരുന്നത്. HIV, ഞാനല്ല പറയുന്നത്, നിങ്ങളാ പറയണ്ടേ. എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്? കൊളസ്ട്രോൾ, ഷുഗർ, രോഗങ്ങൾ, ക്യാൻസർ വരാം അല്ലേ? ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്. അത് എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള കില്ലർ ആണല്ലോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രമേഹമുള്ള നമ്മുടെ കേരളത്തിലാണ്. ലിവർ സിറോസിസ്,
ഒബിസിറ്റി, 132. ഓക്കെ, PCOD. ടേം എന്താ മാം? ഏ ഈ വരുന്ന ഡിസീസിന്റെ ഒക്കെ ടേം എന്താ? ലൈക് സോണോസിസ്, നോസോകോമിയൻ, അതുപോലെ ഇതിന്റെ ടേമിന് നെയിം ഉണ്ടല്ലോ. ടേം ഉണ്ടോന്നോ? ലൈഫ് സ്റ്റൈൽ ഡിസീസിനോ? അതിന് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണോ പറയുന്നത്? ആ, പേരെന്താന്ന് ലൈഫ് സ്റ്റൈൽ ഈ ഡിസീസിന്റെ പേരെന്താന്ന് ചോദിച്ചത്. ഡിസീസിന്റെ പേരെന്താണെന്നോ? ഇതിന് മൊത്തത്തിൽ മാം ഇതിന്റെ ആൻസർ പറഞ്ഞില്ല, അതാണ്. ഓക്കെ. ഞാൻ പറഞ്ഞുതരാം. ഡിസീസസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ. അതിന്റെ ടേം പറഞ്ഞില്ല മാം. അതിന്റെ ടേം ഇല്ല, നമ്മളെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് കേട്ടോ. അതിന് ഉത്തരം ആൻസർ ആയിട്ട് വരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് കേട്ടോ. നിങ്ങള് അതായത് മനസ്സിലാക്കി വെക്കാൻ ഞാൻ നോട്ട് എന്തായാലും ഇട്ട് തന്നേക്കാം കേട്ടോ PDF-ല്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട, ഇട്ട് തന്നേക്കാം. ഓക്കെ, അപ്പോ പറഞ്ഞെന്താ, ഡയബറ്റീസ് എന്താ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് അല്ലേ? പിന്നെ വേറെ എന്താ വരുന്നേ? പ്രഷർ, ഹൈപ്പർ ടെൻഷൻ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഒബിസിറ്റി ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. സ്ട്രോക്ക് ഉണ്ടല്ലോ, സ്ട്രോക്ക്, പക്ഷാഘാതം എന്ന് പറയില്ലേ, അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. പിന്നെ എന്താ? പ്രമേഹം ഞാൻ പറഞ്ഞു, ഡയബറ്റീസ് കേട്ടോ. അതുപോലെ ഹാർട്ട് ഡിസീസ് ഉണ്ടല്ലോ, നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ക്യാൻസർ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ലിവർ സിറോസിസും യൂറിനറി ഇൻഫെക്ഷൻ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ? കിഡ്നി സ്റ്റോൺ അല്ലെന്നാണ് തോന്നുന്നത്. വെള്ളം കുടിക്കായതുകൊണ്ട് വരുന്ന അസുഖമല്ലേ? ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ കൂടുതലായിട്ട് സൊസൈറ്റിയിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് ഇങ്ങനത്തെ ഇതാണ്. അതായത് ഇമ്പോർട്ടന്റ് ഈസ് ഡയബറ്റീസ്, കൊളസ്ട്രോള്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക്, പിന്നെ ഫാറ്റി ലിവർ, അതുപോലെ ഒബിസിറ്റി. ഇത്രയും കാര്യങ്ങളാണ് എന്ത് വെക്കുന്നത്, ഫെമിലിയർ ആയിട്ട് നിൽക്കുക ആളുകൾ കൂടുതൽ ഉള്ളത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? പിന്നെ നമ്മൾ ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മള്? തൈറോയിഡ്. ഓക്കെ, റെഗുലർ എക്സസൈസ്. റെഗുലർ ആയിട്ട് എന്ത് ചെയ്യണം? നമ്മള് എക്സസൈസ് ചെയ്യണം അല്ലെ? പ്രോപ്പർ ഫുഡ് കഴിക്കണം. ഫുഡ് കൺട്രോളിങ്, ബാലൻസ് അവോയ്ഡ് ചെയ്യണം. കൺട്രോൾ ചെയ്യണം. ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യണം. ഒരാള് പറ, ഞാൻ പറയാം ആരാ പറയണ്ടേന്ന്. ക്യാൻസർ ഒരു പാരമ്പര്യ രോഗമല്ലേ എന്ന്? ക്യാൻസർ ഒരു പാരമ്പര്യ രോഗം എന്ന് പറയാം, പക്ഷെ അത് എന്താ പറയാ, നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സൊസൈറ്റിയിൽ കൂടുതൽ വന്നെ കേട്ടോ. കാരണം ഒരിടയ്ക്കാണല്ലോ അത് വന്നു തുടങ്ങിയത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എപ്പോഴാണോ ചേഞ്ച് ആയി തുടങ്ങിയത്, അപ്പോഴാണ് ആ രോഗം നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ഓക്കെ, അതായത് നമ്മുടെ തെറ്റായിട്ടുള്ള ജീവിത ശൈലി കൊണ്ടാണ്. അതായത് എന്താ പറയാ, അതായത് നേരാവണ്ണം ഭക്ഷണം കഴിക്കാതിരിക്കുക, കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് കൃത്യമായിട്ടുള്ള അളവിൽ കഴിക്കാതിരിക്കുക, ജങ്ക് ഫുഡുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ആൽക്കഹോള്, അതുപോലെ തന്നെ എന്താ പറയാ സ്മോക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് സൊസൈറ്റിയിലേക്ക് വന്നു തുടങ്ങിയപ്പോഴാണ് ഈ ഒരു രോഗം ഫെമിലിയർ ആയത്. മീൻസ് ഫെമിലിയർ അല്ല, അത് സ്പ്രെഡ് ആവാൻ തുടങ്ങി ആളുകൾക്ക്. അതായത് ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് ആയിട്ട് ഈ ഒരു രോഗം മാറാനായിട്ട് ആരംഭിച്ചു. ഓക്കെ, ആരാ പറയാ? ഞാൻ പേര് പറയാം. ശില്പ KS. പറയട്ടെ മാം. പറഞ്ഞോളൂ കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഏതൊക്കെ രോഗത്തിന് എന്തൊക്കെ പ്രിവെൻഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? കേൾക്കാമോ മാം? ഏതൊക്കെ രോഗത്തിന് എന്തൊക്കെ പ്രിവെൻഷൻ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്?
നന്നായി എക്സസൈസ് ചെയ്യണം, റെഗുലർ ചെക്കപ്പ് ചെയ്യണം, പിന്നെ ഓവറായിട്ടുള്ള ആൽക്കഹോൾസ്, ഡ്രഗ്സ് അങ്ങനെയുള്ള ഇതൊക്കെ യൂസ് ചെയ്യാതിരിക്കണം. പിന്നെ നന്നായി ഉറങ്ങണം. എങ്ങനെയാണ് ഒരു ഡയറ്റ് പ്ലാൻ വേണ്ടത്? ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബോഡി മീൻസ് ഒരു ആൾക്ക് മോളൊന്ന് സജസ്റ്റ് ചെയ്ത് എങ്ങനെയുള്ള ഡയറ്റ് പ്ലാൻ ആണ് മോളൊന്ന് സജസ്റ്റ് ചെയ്യാം? നമ്മളിപ്പോ സ്ത്രീകളാണല്ലോ കൂടുതലും അല്ലെ? നമ്മുടെ സ്ത്രീകളുടെ കാര്യം തന്നെ പറഞ്ഞു. എന്തൊക്കെയാ ശില്പി? വേറെ ആരാ പറയാ? ഫുഡിന് കൃത്യസമയം വേണം. പിന്നെ കൃത്യസമയത്ത് ഉറങ്ങണം. രാത്രി നേരത്തെ ഫുഡ് കഴിച്ചിട്ട് നേരത്തെ ഉറങ്ങണം. നേരത്തെ എണീക്കണം. 4:30 5 മണിന്റെ ഉള്ളിൽ എണീക്കണം. പിന്നെ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യണം. അപ്പൊ തന്നെ കുറച്ച് സമയം നടക്കുക. പിന്നെ വെള്ളം അത്യാവശ്യത്തിന് കുടിക്കുക. ഭക്ഷണം കൂടുതൽ ഓവറാക്കാൻ പറ്റില്ല. വെജിറ്റബിൾസ് കൂടുതൽ വേണം. നന്നായിട്ട് വാട്ടർ കുടിക്കണല്ലോ. എത്ര ലിറ്റർ വാട്ടർ നമ്മൾ കുടിക്കണം ഒരു ദിവസം? 3 ലിറ്റർ. മിനിമം 3 ലിറ്റർ. 3 ലിറ്റർ വെള്ളം കുടിക്കണം. 3 ലിറ്റർ അല്ലേ? ഓക്കെ. അതോ വെയിറ്റ് അനുസരിച്ചിട്ടാണ് മാം കുടിക്കുന്നത്. അനുസരിച്ചിട്ട് വെള്ളം കുടിക്കണം. ഓക്കെ ഓക്കെ. വെയിറ്റ് അനുസരിച്ച് വെള്ളം കുടിക്കണം അല്ലെ? ഓക്കെ. ഫുഡ് എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക? പോർഷൻ വൈസ് ആണോ അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടാണോ? ഓയിലി ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണം, ജങ്ക് ഫുഡൊക്കെ പോർഷൻ വൈസ് നോക്കി കഴിക്കണം മാം. ഓക്കെ. പിന്നെ കൂടുതൽ പച്ചക്കറികൾ വേണം. കാർബോഹൈഡ്രേറ്റ് കുറച്ച്, പ്രോട്ടീൻസ് ആൻഡ് ഫൈബർ കൂടുതൽ എടുക്കുക. Portion controlled, balanced and nutritional diet. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഷുഗർ, ജങ്ക് ഫുഡ്സ്, ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം. ഇമോഷൻസ് അല്ലേ? ഇമോഷൻസ് നമ്മുടെ ഇതിന്റെ ഒരു ഭാഗമാണോ? ഇമോഷൻസ് സ്ട്രെസ് കുറക്കാന്നാണോ ഉദ്ദേശിക്കുന്നത്? സ്ട്രെസ് കുറച്ചാ ഒരു പരിധിവരെ ലൈഫ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ മാം? സ്ട്രെസ് കുറയ്ക്കാൻ വേണമെങ്കിൽ 1 day ചീറ്റ് ഡേ വേണമെങ്കിൽ കൊടുക്കാം. 1 day ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം. യോഗ ചെയ്താൽ നമുക്ക് നല്ല ആക്റ്റീവ് ഉണ്ടാവും. നല്ല സുഖമായിരിക്കും ശരീരത്തിന് യോഗ. നമ്മള് സ്ട്രെസ് കുറഞ്ഞാലും നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും. നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. യോഗ ചെയ്താൽ നല്ല ഉറക്കം ഉണ്ടാവും. ഭക്ഷണത്തിന് നിയന്ത്രണം അതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ചെയ്യാതെ തന്നെ ഭക്ഷണത്തിന് നിയന്ത്രിക്കുക യോഗ ചെയ്ത് കഴിഞ്ഞാൽ. യോഗ ചെയ്യാറുണ്ടോ മോള്? ആരപ്പ പറഞ്ഞേ? ഞാൻ ചെയ്തിക്കണു. ഞാൻ പോയിന്ന് ക്ലാസ്സിന്. നമ്മളെ കൊഴുപ്പുകളൊക്കെ രാവിലെ ചെയ്യലുണ്ട്. ഭക്ഷണം കഴിക്കുന്ന മുന്നെയാണ് ചെയ്യണ്ടത്. വയറ്റില് ഭക്ഷണം എത്തിയാൽ പിന്നെ ചെയ്യാൻ പാടില്ല. അതിന് മുന്നേ ചെയ്യണം. രാവിലെ എണീക്കുമ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യും. നല്ല സുഖമാണ്. ശരീരത്തിനൊക്കെ നല്ല ആശ്വാസം കിട്ടും നമുക്ക്. പിന്നെ കൊഴുപ്പുകളെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ജോലി ചെയ്യണതിനൊന്നും ഒരു ക്ഷീണമൊന്നും ഉണ്ടാവില്ല. ഫുഡ് നമുക്ക് പാകത്തിന് നമ്മൾ തന്നെ അങ്ങനെ കഴിക്കാം. നമുക്ക് മതിന്ന് നമുക്ക് തോന്നും. കൂടുതലായിട്ട് വേണം തോന്നില്ല. യോഗ ചെയ്താൽ അതൊരു ഗുണമുണ്ട്. നല്ലതാണ് യോഗ ചെയ്യണത്. നല്ലതാണ് അല്ലേ? നെഗറ്റീവ് കമന്റ്സ് അവോയ്ഡ് ചെയ്യണം. മെയിൻറ്റെയിനിങ് ഹെൽത്തി റിലേഷൻഷിപ്സ്. റിലേഷൻഷിപ്പ് ആരാ പറഞ്ഞേ? ഹണിയോ? ഒന്ന് പറഞ്ഞേ. എങ്ങനെയാ മോളെ അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കാം? എങ്ങനെയാ അതിന്റെ ഗുണം എന്താ ഹെൽത്ത് റിലേഷൻഷിപ്പിന്റെ? ഈ പറഞ്ഞ രോഗങ്ങളിൽ നിന്നൊക്കെ ഹെൽത്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ എന്താ പറയാ മാം, അതിനിപ്പോ എന്താ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് എനിക്ക്. നമുക്ക് സ്ട്രെസ് റിലീഫ് ആയിരിക്കും അല്ലേ? അതല്ല, ഞാൻ ഇമോഷൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലേ? അതാണ് നമുക്കിപ്പോ അതായത് നല്ല നല്ല റിലേഷൻഷിപ്സ് നമുക്ക് ഉണ്ടെങ്കിൽ എന്താ നമ്മൾ മിക്കവാറും ഓക്കെ ആയിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കും. ഹാപ്പി ആയിട്ടിരിക്കും. ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യാലോ. എന്താ?
ഓവർ തിങ്കിങ് ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, ഫേസ്ബുക്കിലൊക്കെ കുറെ ഫ്രണ്ട്സ് അതെ, സത്യത്തിൽ നല്ലൊരു എക്സാമ്പിൾ ആണ്. നല്ലൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് എന്താ പറയാ, നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ എന്താ പറയാ, പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ആവില്ല. മീൻസ് അതാണ് കേട്ടോ. അതായത് നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെ വളർത്തുന്ന ബന്ധങ്ങളുണ്ട്, നമ്മളെ തളർത്തുന്ന ബന്ധങ്ങളുണ്ട്. ഓക്കെ, തളർത്തുന്ന ബന്ധങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഞങ്ങളുടെ ഈ ക്ലാസ് തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾക്ക് കുറെ ഫ്രണ്ട്സുകളെ ഞങ്ങൾക്ക് കിട്ടിയല്ലേ? അങ്ങനെയാ വേണ്ടേ. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എന്താ പറയാ, ഒരു കോൺഫിഡൻസും എന്താ പറയാ, നിങ്ങൾക്ക് തന്നെ ഒരു ഹാപ്പിനെസ് തോന്നുന്നില്ലേ ഇപ്പൊ? ശരിയാണല്ലേ? അതാ പറയുന്നത്. ക്ലാസ് കേൾക്കാനും നല്ല ഇൻട്രസ്റ്റ് ആണ്. ക്ലാസ് കേൾക്കാനും നല്ല ഇൻട്രസ്റ്റ് ആണല്ലേ? അതാ പറയുന്നത്. കുറെ കാര്യങ്ങൾ പഠിഞ്ഞു. ഇപ്പൊ തന്നെ കാര്യങ്ങൾ അറിയും. കുറെ വിട്ടതാണ്, ഒരു 10-15-20 വർഷം വിട്ടതാണ് ഈ സ്കൂളിന്റെ. അപ്പോ ഇംഗ്ലീഷ് ഇങ്ങോട്ട് ശരിക്കും റെഡി ആവണില്ല. എന്നാലും ടീച്ചേഴ്സ് പറയുമ്പോ നല്ല മനസ്സിലാവണ പോലെ തോന്നുന്നുണ്ട്. ശരിയാവും തോന്നുന്നു. ശരിയാവും. ഇനി ഉണ്ടല്ലോ, ഒരു വർഷം ഉണ്ടല്ലോ സമയം. പിന്നെന്താ പേടിക്കാനുള്ളേ? എല്ലാരും ശരിയാവും കേട്ടോ. ആരും ഒതുങ്ങിക്കൂടാൻ പാടില്ല. എല്ലാവരും എന്ത് ചെയ്യണം, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റണം. നമ്മുടേതായിട്ടുള്ള രീതിയിൽ അല്ലെ. എപ്പോഴായാലും നമ്മളൊക്കെ എപ്പോഴായാലും മരിച്ചു പോകാനുള്ളതല്ലേ. ആ ഒരു ജീവിതത്തിനിടയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. നമ്മുടേതായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളായാൽ പോലും എന്തെങ്കിലും ഒരു സംഭാവന നമ്മളെ കൊണ്ട് കൊടുക്കാനായാൽ എന്താ, അത് നല്ലത് തന്നെയാണ്. ഞാൻ അതിനെതായിട്ട് നിൽക്കുന്ന ആളാണ് കേട്ടോ. കാരണം എന്താ, ഒതുങ്ങിക്കൂടി നിൽക്കരുത്. അടുക്കളപ്പണി ചെയ്തും അതുപോലെ തന്നെ അലക്കിയും എന്താ പറയാ, കുട്ടികളെ നോക്കിയും. കുട്ടികളെ നോക്കട്ടെന്നല്ല പറയുന്നേ, നമ്മുടെ ഫാമിലിയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്, നമ്മുടെ ഭർത്താവാണ്, ഓക്കെ, എല്ലാമാണ്. പക്ഷെ എന്താ, എന്താ 4 മക്കളുണ്ട്. 4 മക്കളും നല്ല സപ്പോർട്ട്. 8 മണിയായ വേഗം ഫോണൊക്കെ തന്ന് ക്ലാസ് കേട്ടോളിന്ന് പറയും. അങ്ങനെയാ വേണ്ടേ പിള്ളേര് കേട്ടോ. മാമിന്റെ ക്ലാസ് ഇപ്പൊ കേട്ടപ്പോ, മാം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ ഞങ്ങൾക്ക് ഒന്നും കൂടി കോൺഫിഡൻസ് ആയിപ്പോ. ഒന്നും കൂടി കോൺഫിഡൻസ്, അതായത് അത് വേണം. കാരണം നമ്മള് കുറച്ച് കഴിയുമ്പോ എന്താ, നമ്മളോട് അവര് ചോദിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, നവ്യ നായരുടെ ഒരു കോട്ട് ഈ അടുത്തുണ്ടായിരുന്നു. ഈ അടുത്തൊന്നല്ല, കുറച്ച് നാളായി നോക്കുന്നപ്പോ. അതായത് അമ്മക്ക് എന്താ ചെയ്യാറുന്നില്ലേ? ഞങ്ങൾ പറഞ്ഞു ചെയ്യേണ്ടതെന്ന്, നമുക്ക് ചെയ്യായിരുന്നില്ലേ? അപ്പൊ അന്ന് അവരത് ചോദിക്കുമ്പോ എന്താ, നമുക്കൊരു വിഷമില്ലേ? അതായത് അറിവ് വെക്കുന്ന മക്കൾ എന്തായാലും നമ്മളോട് ചോദിക്കും. അമ്മനോട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ടൈം സ്പോയിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ? ഞാൻ പറഞ്ഞിരുന്നോ? അപ്പൊ നമ്മുടെ ഹസ്ബൻഡും ചിലപ്പോൾ ചോദിക്കും ആ സമയമാകുമ്പോ, എനിക്ക് ചെയ്യായിരുന്നില്ലേ? ഞാൻ പറഞ്ഞോ വേണ്ടെന്നില്ലല്ലോ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? ഓരോ കഴിവുകളുണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് അറിഞ്ഞിരിക്കുക. അതായത് ഏതെങ്കിലും ഒരു സമയത്താണ് എന്തുണ്ടാവുക, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരിക. ഓക്കെ, നമ്മൾ വിചാരിക്കും നമുക്കൊരു കഴിവോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. ദൈവം എല്ലാ മനുഷ്യരെയും എന്തെങ്കിലും ഒരു കഴിവ് കൊടുത്തിട്ടാണ് സൃഷ്ടിക്കുന്നത് കേട്ടോ. അവര് ജനിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു കഴിവുണ്ടാകും. അത് വൈകിട്ടാണെങ്കിലും എന്ത് ചെയ്യണം, നമ്മള് അത് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കുഴിച്ചു മൂടാനായിട്ട് നോക്കരുത്. അത് വളരാനായിട്ട് എന്ത് ചെയ്യണം, നമ്മള് പരിശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ധാരാളം ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഓക്കെ, അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ കൂട്ടുപിടിക്കണം. ഫ്രണ്ട്സിലൂടെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സപ്പോർട്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാകും. അവരുടെ കൂടെ ആ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മള് മുൻപോട്ട് പോകണം. ക്ലിയർ ആണോ? നമ്പർ തരാന്ന് പറഞ്ഞു. നമ്പർ തരാം കേട്ടോ. ജസ്റ്റ് റിജോ മോനെ നമ്പർ കൊടുക്കണം നമുക്ക്. നമ്പർ
അയക്കുന്നുണ്ട് കേട്ടോ, ഇട്ടിട്ടുണ്ട് കേട്ടോ. മാമിന്റെ പേരൊന്നുകൂടി പറയൂ. നമ്പർ ഒന്ന് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. യൂട്യൂബ് അല്ലേ മോളെ, അതുകൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യില്ലേ, അതുകൊണ്ട് പറയാതെ. കമന്റ് ഇട്ടിട്ടുണ്ട്, പറയണോ? പറഞ്ഞു കൊടുക്കാല്ലേ, കുഴപ്പമില്ല. ഞാൻ പറയാം. 97 മെസ്സേജിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. 97445038. ആ, അതാണ് എന്റെ നമ്പർ. അശ്വതി കേട്ടോ. 44 കഴിഞ്ഞ എത്ര? 44715038. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. 38. ഇത് യൂട്യൂബിൽ വരുന്ന ക്ലാസ് അല്ലേ, അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയണ്ട നമ്പർ കേട്ടോ. മാമിന്റെ പേര് അശ്വതി. അശ്വതി. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ക്ലാസ് പിന്നത്തെ ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. 9 മണിയായി. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.